Good morning all. എനിക്കിന്നിവിടെ എടുക്കാനുള്ള ടോപ്പിക്ക് ഇന്ത്യ ആൻഡ് WTO. India is one of the founding member of WTO along with the 134 countries. By being a member of WTO, several countries are now trading with India. It gives a boost to production, employment, standard of living, and opportunity to maximize the use of the world resources. The importance of WTO in promoting multinational trade is being increasingly felt. The WTO rules envisages non-discrimination in the form of national treatment and most favored nation treatment to our export in the market of other WTO members. അതായത് നമുക്കറിയാം WTO എസ്റ്റാബ്ലിഷ് ചെയ്തത് 1995 WTOൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം മൾട്ടിനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് WTOൻ്റെ ഒരു ഫൗണ്ടിങ് മെമ്പറാണ്. അതിനോടൊപ്പം തന്നെ 134 അതർ കൺട്രീസും ഉണ്ട്. ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻസ് ദിനം പ്രതി WTOയിലെ പാർട്ടിസിപ്പേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേഷൻ്റെ പ്രോസ്പെരിറ്റിയും അതൊരു ബെറ്ററായിട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് അതർ നേഷൻസ് ട്രേഡ് റിലേറ്റഡ് ആയിട്ട് വേറെ നേഷൻസൊക്കെ ആയിട്ട് കുറേ ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ WTO വഴിയാണ് അതൊക്കെ സെറ്റിൽ ചെയ്തത്. മേജർ ട്രേഡ് പോളിസിയുടെ ഫോർമുലേഷന് വേണ്ടിയിട്ട് ഇന്ത്യ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ വഹിക്കുന്നുണ്ട്. WTOൻ്റെ ഒരു ഇന്ത്യ മെമ്പറായ സ്ഥിതിക്ക് കുറേ കൺട്രീസ് ഇപ്പോൾ ഇന്ത്യനായിട്ട് ട്രേഡ് നടത്തുന്നുണ്ട്. ഇന്ത്യയും അതുപോലെ തന്നെ വേറെ കുറേ കൺട്രീസായിട്ട് ട്രേഡ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷനിലാണെങ്കിലും എംപ്ലോയ്മെൻറ്റിനാണെങ്കിലും പീപ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലാണെങ്കിലും അത് ഒരു ഇൻക്രീസാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേൾഡ് റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇന്ത്യക്ക് ലഭിക്കുകയാണെന്നാണ് പറയുന്നത്. നാഷണൽ ട്രീറ്റ്മെൻറ്റ് എൻഷുവേഴ്സ് ദാറ്റ് അവർ എക്സ്പോർട്ട് ടു അതർ മെമ്പർ കൺട്രീസ് വുഡ് നോട്ട് ബി ഡിസ്ക്രിമിനേറ്റഡ് അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റായിട്ട് വേറെ കൺട്രീസ് ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരിക്കില്ല. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുമായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരിക്കില്ല. നോൺ ഡിസ്ക്രിമിനേറ്റഡ് ആയിരിക്കും എപ്പോഴും എന്നാണ് പറയുന്നത്. The government of India has taken several steps to implement the policy commitment under some of the agreement, particularly under the Agreement on Trade and Tariff and Quantitative Restrictions, Agreement on Agriculture, Trade-related Intellectual Property Right, Trade-related Investment Measures, General Agreement on Trade in Service, apart from others. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു പോളിസി കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് കുറേ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. അത് പലതരം എഗ്രിമെൻറ്റ് വഴിയാണ് അങ്ങനെ ഈ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ കുറച്ച് എഗ്രിമെൻറ്റിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. AOA അതായത് അഗ്രിമെൻറ്റ് ഓൺ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ TRIPS എന്ന് പറയുമ്പോൾ ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അതുപോലെ TRIMS ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ്. അത്തരം അഗ്രിമെൻറ്റിലൂടെയൊക്കെയാണ് പുതിയ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ഈ ഒരു റിസർവേഷനെ പറ്റിയിട്ട് WTOൻ്റെ റിസർവേഷനെ പറ്റിയിട്ട് ഇന്ത്യയിൽ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ ഇഷ്യൂസ് റേസ് ചെയ്തിട്ടുണ്ട്. ആ WTO അഗ്രിമെൻറ്റ് കൊണ്ടുവരുന്നതിന് അതിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് WTO അഗ്രിമെൻറ്റ് ഇൻ ദ ലാസ്റ്റ് 6 years ഇന്ത്യ ഹാസ് എക്സ്പീരിയൻസ് certain imbalance and inequalities in WTO. It is found that some developed countries have not fulfilled their obligation in letter and spirit of WTO agreement, and many of special and differential treatment clauses are in favor of the developed countries. അതായത് WTO അഗ്രിമെൻറ്റിനെ പറ്റിയിട്ട് ഇംപ്ലിമെൻറ്റേഷൻ്റെ സമയത്ത് ഇന്ത്യക്ക് കുറേ ഇംബാലൻസും അതുപോലെ തന്നെ ഇനീക്വാലിറ്റീസും അഗ്രിമെൻറ്റിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഡെവലപ്ഡ് കൺട്രീസ് എപ്പോഴും അവരുടെ കണ്ടീഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കണ്ടീഷൻസും ഒബ്ലിഗേഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അഗ്രിമെൻറ്റിലുള്ള സ്പിരിറ്റും ഒബ്ലിഗേഷൻസും ഡെവലപ്ഡ് കൺട്രീസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഫേവർ ആയിട്ടുള്ളത് എപ്പോഴും സ്പെഷ്യൽ ആൻഡ് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ക്ലോസസിനായിരുന്നു അവർ കൂടുതൽ ഫേവർ കാണിച്ചിരുന്നത്. ഇതായിരുന്നു ഫസ്റ്റ് ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ടേക്കിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് ദ എക്സെപ്ഷണൽ ക്ലോസസ് പ്രൊവൈഡഡ് ഇൻ ദ WTO. മോസ്റ്റ് industrialized country are still enforcing various regulations on
ഫോറിൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്. അതായത് കൂടുതലായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കൺട്രീസ് എപ്പോഴും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഫോറിൻ പ്രൊഡ്യൂസേഴ്സിൻ്റെയും അതുപോലെ തന്നെ സപ്ലയേഴ്സിൻ്റെയും റെഗുലേഷൻസാണ് അവർ കൂടുതൽ നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചിരുന്നത്. എ multilateral framework cannot guarantee an increase in FDI inflows, although it threatens to adversely affect the quality of inflows. അതായത് മൾട്ടിലാറ്ററൽ ഫ്രെയിംവർക്ക് എപ്പോഴും FDIൻ്റെ ഇൻഫ്ലോസിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരിക്കലും ഗ്യാരണ്ടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇൻഫ്ലോസിൻ്റെ ക്വാളിറ്റീനെ വളരെയധികം ബാധിച്ചിരുന്നു. ദർ ആർ ഓൾസോ അതർ പ്രോബ്ലംസ് പ്രസൻറ്റ് ആസ് ദ WTO ഡസ് നോട്ട് അഡ്രസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കോർപ്പറേഷൻസ് വിച്ച് ഓഫൺ ഇമ്പോസ് ട്രേഡ് റെസ്ട്രിക്ഷൻ ക്ലോസസ് ഓൺ ദെയർ സബ്സിഡറീസ്. അതായത് WTO ഒരിക്കലും കോർപ്പറേഷൻ്റെ റെസ്പോൺസിബിലിറ്റി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സബ്സിഡറീസിൽ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പറയുന്നത് WTO ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു എൻഷുർ അബോളിഷൻ ഓഫ് നോൺ ടാരിഫ് ബാരിയേഴ്സ് ബീങ് ഇമ്പോസ്ഡ് ഓൺ ലേബർ ആൻഡ് എൻവിറോൺമെൻറ്റൽ കൺസിഡറേഷൻ. അതായത് ലേബറും അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ കൺസിഡറേഷനും മേളിൽ ഉണ്ടായിരുന്ന ബാരിയേഴ്സിനെ ഫുള്ളായിട്ട് അബോളിഷ് ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് WTOയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് അതിൻ്റെ ഇഷ്യൂസ് ആയിട്ട് വരുന്നത്. പിന്നെ അതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ദ പ്രസൻറ്റ് നെഗോഷിയേഷൻ strategy is based on the decision taken at the Doha Ministerial in November 2001. അതായത് നവംബർ 2001 ദോഹ മിനിസ്ട്രിയലിൽ എടുത്ത ഡിസിഷൻസാണ് ഇപ്പോഴത്തെ അവിടുത്തെ ചർച്ചാ തന്ത്രമായിട്ട് ഉപയോഗിക്കുന്നത്. ആ ദോഹ ഡിക്ലറേഷനിൽ അവർ മെയിൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനും അതുപോലെ തന്നെ ഹെൽത്ത് സെക്ടറിൽ പബ്ലിക് ഹെൽത്ത് സെക്ടറിൽ ട്രേഡ് ആൻഡ് എൻവിറോൺമെൻറ്റ് അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സിനാണ് കൂടുതൽ ഇംപ്ലിമെൻറ്റേഷൻസ് അല്ലെങ്കിൽ ഫോക്കസ് കൊടുത്തിരുന്നത് എന്നാണ് പറയുന്നത്. ഇന്ത്യ മെയിൻ കൺസേൺ വാസ് ടു സ്പീഡ് അപ്പ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വാരിയസ് അഗ്രിമെൻറ്റ് ആൻഡ് ടു അൺഡു ദ ഇംബാലൻസസ് ആൻഡ് ഇൻഇക്വാലിറ്റീസ് പ്രസൻറ്റ് ഇൻ സം WTO അഗ്രിമെൻറ്റ്. അതായത് WTO ഇന്ത്യയുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ WTOയിൽ അഗ്രിമെൻറ്റിൽ ഉണ്ടായിരുന്ന കുറേ ഇംബാലൻസും ഇൻഇക്വാലിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ തുടച്ച് നീക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ മെയിൻ കൺസേൺ എന്ന് പറയുകയാണെങ്കിൽ. അതുപോലെ ഇന്ത്യ അതുപോലെ തന്നെ നോൺ ട്രേഡ് ഏരിയാസിലും ഇതുപോലെ റിസർവേഷൻസ് ഉണ്ടായിരുന്നു. അതായത് മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഗ്ലോബൽ റൂൾ ഓൺ കോമ്പറ്റീഷൻസ്, ട്രാൻസ്പെറൻസി ഇൻ ഗവൺമെൻറ് പ്രൊസീജിയർ ആൻഡ് ട്രേഡ് ഫെസിലിറ്റേഷൻസ്. അതായത് ഒരു ഗുഡ്സിൻ്റെ ക്ലിയറൻസിൻ്റെ സമയത്തൊക്കെ എല്ലാ ഗുഡ്സിൻ്റെ ക്ലിയറൻസിൻ്റെ സമയത്തും ഒരു സ്ട്രക്ചർ അതായത് ഒരു യൂണിഫോം പ്രൊസീജിയർ ഉണ്ടായിരിക്കണം. അതിനൊക്കെ ഒരു ചർച്ചയ്ക്ക് വെച്ചിരുന്നു ഇന്ത്യ. അതിന് ചർച്ചയ്ക്ക് അതായത് ട്രേഡ് റിലേറ്റഡ് അല്ലെങ്കിലും അതിന് ചർച്ചയ്ക്ക് വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇന്ത്യ WTO വഴി അഗ്രികൾച്ചറിൻ്റെയും അതുപോലെ തന്നെ സർവീസ് സെക്ടറിൻ്റെ മാർക്കറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിനും മാർക്കറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇന്ത്യ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ടാരിഫ് കൺട്രീസ് തമ്മിലുള്ള എക്സ്പോർട്ടിനും അതുപോലെ തന്നെ ട്രേഡ് നടത്താനായിട്ടുള്ള ടാരിഫ് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക വഴി അത് ഇന്ത്യയുടെ എക്സ്പോർട്ട് തന്നെ ഇൻക്രീസ് ചെയ്യാനായിട്ട് വലിയൊരു കാരണമായി എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യ ആൻഡ് WTO എന്ന ടോപ്പിക്കിൽ വരുന്നത്. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷനാണ്. Regional economic integration has enabled countries to focus on issues that are relevant to their stages of development as well as encourage trade between neighbors. There are 4 types of regional economic integrations. അതായത് റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് കോർപ്പറേഷൻ്റെ ഒരു ബേസിക് ഫോമാണ്. മോസ്റ്റ് ബേസിക് ഫോം ഓഫ് എക്കണോമിക് കോർപ്പറേഷൻസ് ആണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് നൈബർ കൺട്രീസ് ആയിട്ടുള്ള ട്രേഡിനെ എൻകറേജ് ചെയ്യുക, അതുപോലെ തന്നെ ഡെവലപ്പിംഗ് സ്റ്റേജ് ഇൻക്രീസ് ചെയ്യുക, എല്ലാ കൺട്രിയുടെയും സ്റ്റേജ് ഡെവലപ്മെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ട്രേഡ് എൻകറേജ് ചെയ്യാണ് റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ വഴി ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് 4 ടൈപ്പാണ് വരുന്നത്. ഫസ്റ്റ് പറയുന്നത് ഫ്രീ ട്രേഡ് ഏരിയ, സെക്കൻഡ് വരുന്നത് കസ്റ്റം യൂണിയൻ,
തേർഡ് വരുന്നത് കോമൺ മാർക്കറ്റ്, ഫോർത്ത് വരുന്നത് എക്കണോമിക് യൂണിയൻ ആണ്. ഫസ്റ്റ് നമുക്ക് ഫ്രീ ട്രേഡ് ഏരിയ നോക്കാം. ദിസ് ഈസ് ദ മോസ്റ്റ് ബേസിക് ഫോം ഓഫ് എക്കണോമിക് കോഓപ്പറേഷൻ. മെമ്പർ കൺട്രീസ് റിമൂവ് ഓൾ ബാരിയേഴ്സ് ടു ട്രേഡ് ബിറ്റ്വീൻ ദംസെൽസ് ബട്ട് ആർ ഫ്രീ ടു ഇൻഡിപെൻഡൻ്റ്ലി ഡിറ്റർമൈൻ ട്രേഡ് പോളിസീസ് വിത്ത് നോൺ മെമ്പർ നേഷൻ. ആൻ എക്സാമ്പിൾ ഈസ് നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് ആൻഡ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് ഏരിയ. അതായത് ഫ്രീ ട്രേഡ് ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് നടത്തുമ്പോൾ ഒരു ബാരിയേഴ്സും ഉണ്ടാവില്ല. ടാരിഫിൻ്റെ ഫോമിലോ ക്വാട്ടയുടെ ഫോമിലോ രണ്ട് കൺട്രീസ് തമ്മിൽ ഒരു ബാരിയേഴ്സും ഉണ്ടായിരിക്കും. അവർ ഒരു അഗ്രിമെൻറ്റും ഗുഡ്സിൻ്റെ മുകളിൽ ഒരു അഗ്രിമെൻറ്റും ആരും ഇമ്പോസ് ചെയ്യില്ല. ഭയങ്കര ഫ്രീ ആയിരിക്കും ട്രേഡ് നടത്താൻ എന്നാണ് പറയുന്നത്. മെമ്പർ കൺട്രീസായിട്ടും അതുപോലെ നൈബേഴ്സ് കൺട്രീസായിട്ടും ട്രേഡ് നടത്തുമ്പോൾ അവർ ഒരു വിധത്തിലുള്ള ബാരിയേഴ്സും അവർ ഫോളോ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതിലൊരു രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്. നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡും അഗ്രിമെൻറ്റും അതുപോലെ തന്നെ യൂറോപ്യൻ ഫ്രീ ട്രേഡും. നെക്സ്റ്റ് വരുന്നത് കസ്റ്റം യൂണിയൻ ആണ്. അതിൽ പറയുന്നത് അത് ഈ ഫ്രീ ട്രേഡ് ഏരിയയുടെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ഫോമാണ് കസ്റ്റം യൂണിയൻ എന്ന് പറയുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ അഗ്രീസ് ടു ഇമ്പോസ് എ കോമൺ ടാരിഫ് ഓൺ ഇമ്പോർട്ട് ഫ്രം ഔട്ട്സൈഡ് വേൾഡ്. അതായത് ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർ രണ്ട് പാർട്ടീസും അഗ്രി ചെയ്തിട്ടുള്ള ഒരു കോമൺ ടാരിഫ് അവർ എപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നതാണ്. ബാരിയേഴ്സ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടാരിഫ് രണ്ട് കൺട്രീസും തമ്മിൽ അഗ്രി ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കോമൺ മാർക്കറ്റ് ആണ്. ദിസ് ടൈപ്പ് ഓഫ് റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ അലോസ് ഫോർ ദ ക്രിയേഷൻ ഓഫ് എക്കണോമിക്കലി ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റ് ബിറ്റ്വീൻസ് മെമ്പർ കൺട്രീസ്. ട്രേഡ് ബാരിയേഴ്സ് ആർ റിമൂവ്ഡ് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ്. അതായത് ലേബറിൻ്റെ മൂവ്മെൻറ്റിനാണെങ്കിലും ക്യാപിറ്റലിൻ്റെ മൂവ്മെൻറ്റ് രണ്ട് കൺട്രീസ് തമ്മിൽ അതിൽ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും റിമൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കോമൺ ട്രേഡ് പോളിസി കാരണം കൂടുതൽ അഡ്വാൻറ്റേജസ് ലേബറിനാണ് ഉണ്ടാവുക. കാരണം ഒരു ലേബറിന് മറ്റൊരു മെമ്പർ കൺട്രിയിൽ വർക്ക് ചെയ്യാനായിട്ട് വർക്ക് പെർമിറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ഏത് കൺട്രിയിൽ വർക്ക് ചെയ്യാനുള്ള അതിൻ്റെ ആ ടാരിഫ് അല്ലെങ്കിൽ ബാരിയേഴ്സൊക്കെ ഈ കോമൺ മാർക്കറ്റ് വഴി അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സാമ്പിൾ പറയുന്നത് കോമൺ മാർക്കറ്റ് ഫോർ ഈസ്റ്റേൺ ആൻഡ് സദേൺ ആഫ്രിക്കയാണ് അതിലൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ടൈപ്പാണ് എക്കണോമിക് യൂണിയൻ. ദിസ് ടൈപ്പ് ഓഫ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ ഈസ് ക്രിയേറ്റഡ് വെൻ കൺട്രീസ് എൻ്റർ ഇൻ ടു എ എക്കണോമിക് അഗ്രിമെൻറ്റ് to remove barriers to trade and adopt a common policy. എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. അതായത് ഈ ടൈപ്പ് ഇൻ്റഗ്രേഷനിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൺട്രീസ്, അതായത് ഒരു കോമൺ പോളിസി അഡോപ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് കൺട്രീസും ഒരു അഗ്രിമെൻറ്റിൽ ബാരിയേഴ്സ് റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ ഒരു പുതിയ എക്കണോമിക് പോളിസി കൊണ്ടുവരാനായിട്ട് രണ്ട് കൺട്രീസും തമ്മിൽ ഒരു എക്കണോമിക് അഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിളാണ് യൂറോപ്യൻ യൂണിയൻ. പിന്നെ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ കാരണം ഉണ്ടാകുന്ന പ്രോസ് ആൻഡ് കോൺസ്, അതായത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. അതിൽ അഡ്വാൻറ്റേജസ് മൂന്നെണ്ണമാണ് പറയുന്നത്. ട്രേഡ് ക്രിയേഷൻ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, കോൺസെൻസസ് ആൻഡ് കോഓപ്പറേഷൻ. ട്രേഡ് ക്രിയേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് അഗ്രിമെൻറ്റ് ക്രിയേറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ കൺട്രി ടു ട്രേഡ് വിത്ത് one another by removing the barriers to trade and investment. Due to reductions or removal of tariff, cooperation result in cheaper price for consumers in the bloc countries. അതായത് ഇങ്ങനെ ട്രേഡ് ക്രിയേഷൻ നമുക്കറിയാം, ഈ ബാരിയേഴ്സൊക്കെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ടാരിഫൊക്കെ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കൂടുതൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനാണെങ്കിലും ട്രേഡ് ആണെങ്കിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, അവിടെ ചീപ്പ് പ്രൈസ് ആയിരിക്കും, കൺസ്യൂമറിന് ചീപ്പ് പ്രൈസിൽ നമുക്ക് പ്രൊഡക്ട്സ് കിട്ടും. ഇങ്ങനെ ഈ റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ സ്റ്റഡിയിൽ തെളിയിക്കുന്നത് ഒരു കൺട്രിയുടെ ഗ്രോത്ത് റേറ്റ്, ഡെവലപ്പിംഗ് അല്ലാത്ത കൺട്രിയുടെ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത്തരം റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ ഹെൽപ്ഫുൾ ആവേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കറിയാം, അവിടെ ലേബറിൻ്റെയും അതുപോലെ റെസ്ട്രിക്ഷൻസും ബാരിയേഴ്സും ഒക്കെ മെമ്പർ കൺട്രീസ് തമ്മിൽ കുറയ്ക്കുന്ന സമയത്ത് അത് കൂടുതൽ ലേബർ മൂവ്മെൻറ്റിന് അത് ഹെൽപ്ഫുൾ ആവും. ഈ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിക്ക് ലേബറിന് ഹൈ റേറ്റ് കിട്ടുന്നിടത്തേക്ക് മൂവ് ചെയ്യാനൊക്കെ അവർക്കൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതുപോലെ തന്നെ അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനും വളരെ ഇൻക്രീസ് ആയിരിക്കും. പിന്നെ വരുന്നത് കോൺസെൻസസ് ആൻഡ് കോഓപ്പറേഷൻ. മെമ്പർ നേഷൻസ് മേ ഫൈൻഡ് ഇറ്റ് ഈസിയർ ടു അഗ്രി വിത്ത് സ്മോളർ നമ്പർ ഓഫ് കൺട്രീസ്. റീജിയണൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് സിമിലാരിറ്റീസ് ഓൾസോ ഫെസിലിറ്റേറ്റ് ക്ലോസർ പൊളിറ്റിക്കൽ ആൻഡ് കോഓപ്പറേഷൻസ്. അതായത്
മെമ്പർ കൺട്രീസിനെ സ്മോളർ കൺട്രീസ് ആയിട്ടുള്ള അഗ്രിമെൻറ്റ് നടത്താനൊക്കെ അത് വളരെയധികം ഹെൽപ്ഫുൾ ആവേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ മൂന്നെണ്ണമാണ് വരുന്നത്. ട്രേഡ് ഡൈവേർഷൻസ്, എംപ്ലോയ്മെൻറ്റ് ഷിഫ്റ്റ് ആൻഡ് ലോസ് ഓഫ് നേഷൻ സോവറനിറ്റി. അതായത് ഫസ്റ്റ് വരുന്നത് ട്രേഡ് ഡൈവേർഷൻ ആണ് വരുന്നത്. ദ ഫ്ലിപ്പ് സൈഡ് ടു ട്രേഡ് ക്രിയേഷൻസ് ഈസ് trade diversion. Member countries may trade more with each other than with a non-member nation. This may mean increased trade with a less efficient or more expensive producer because it is in a member country. In this sense, weaker companies can be protected inadvertently with the block agreement, acting a trade barrier. In essence, regional trade agreements have formed a new trade barrier with the countries outside the trading bloc. അതായത് ട്രേഡ് ക്രിയേഷൻ്റെ നേരെ ഫ്ലിപ്പ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ട്രേഡ് ഡൈവേർഷൻ വരുന്നത്. അതായത് ഈ ട്രേഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പോർട്ടേഴ്സിൽ നിന്ന് അത് വീക്കായിട്ടുള്ള എക്സ്പോർട്ടേഴ്സിലേക്ക് ട്രേഡ് മാറുകയാണ് ചെയ്യുന്നത്. അത് വീക്ക് കമ്പനീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് എംപ്ലോയ്മെൻറ്റ് ഷിഫ്റ്റ് ആണ്. അതിൽ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രീസ് മേ മൂവ് പ്രൊഡക്ഷൻ ടു ചീപ്പർ ലേബർ മാർക്കറ്റ്സ് ഓഫ് മെമ്പർ കൺട്രീസ്. Similarly, workers may move to gain access to better jobs and wages. അതായത് ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒരു മെമ്പർ കൺട്രീസ് തമ്മിലുള്ള ലേബറിനൊക്കെ റെസ്ട്രിക്ഷൻസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലേബേഴ്സ് എപ്പോഴും അവർക്ക് ബെറ്റർ വേജ് കിട്ടുന്ന അല്ലെങ്കിൽ ബെറ്റർ ജോബ് കിട്ടുന്നതിലേക്ക് മൂവ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. അപ്പോൾ പെട്ടെന്നുള്ള അവരുടെ ആ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു മെമ്പർ കൺട്രീസിൻ്റെ റിസോഴ്സസിനെ അത് ബാഡ്ലി ആയിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ലോസ് ഓഫ് നാഷണൽ സോവറിനിറ്റി. അതായത് with each new round of discussion and agreement within a regional bloc, nations may find that they have to give up more of their political and economic rights. അതായത് ഓരോ റൗണ്ട് ഡിസ്കഷനും അഗ്രിമെൻ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് പല കൺട്രീസിനും അവരുടെ പോളിസീസ് എക്കണോമിക്കായിട്ടും അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള റൈറ്റ്സും പോളിസീസും ഒക്കെ ഗീവ് അപ്പ് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനൊരു എക്സാമ്പിളാണ് എക്കണോമിക് ക്രൈസിസ് എൻവലപ്ഡ് ഇൻ ഗ്രീസിലുണ്ടായിരുന്ന ഒരു ക്രൈസിസ് കാരണം അവർക്ക് അവരുടെ കുറേ സോവറൈൻ റൈറ്റ്സ് ഗീവ് അപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് യൂറോപ്യൻ യൂണിയൻ. ഫോംസ് ഓഫ് റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷനിലെ ഒന്നാണ് എക്കണോമിക് യൂണിയൻ. എക്കണോമിക് യൂണിയൻ എന്താണ്? യൂറോപ്യൻ യൂണിയൻ ആണ് എക്കണോമിക് ഇൻ്റഗ്രേഷനിൽ വരുന്ന ഒരു ഫോമാണ് യൂറോപ്യൻ യൂണിയൻ. The European Union is a politico-economic union of 28 member states that are located primarily in Europe. It covers an area of 43,24,782 kilometers square with an estimated population over 508 million. അതായത് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഒരു 28 മെമ്പർ സ്റ്റേറ്റ്, യൂറോപ്പിലുള്ള 28 മെമ്പർ സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഒരു യൂണിയനാണ്, പൊളിറ്റിക്കോ എക്കണോമിക് യൂണിയനാണ്. അത് പോപ്പുലേഷൻ ഒരു 508 മില്യൺ പോപ്പുലേഷൻസ് ആണ് അത് കവർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. The EU was created by the Maastricht Treaty which came into force on November 1st, 1993. അതായത് നവംബർ 1st, 1993 ഈ ഒരു യൂറോപ്യൻ യൂണിയൻ അത് ക്രിയേറ്റ് ചെയ്തത്. മാസ്ട്രിച്ച് ട്രീറ്റി വഴിയാണ് ഇത് നിലവിൽ വന്നത്. ഈ This treaty was designed to enhance European political and economic integration by creating a single currency euro, a unified foreign and security policy and a common citizenship right, and by advancing cooperation in the area of immigration and judicial affairs. The European Union was awarded the Nobel Prize for Peace in 2012 in recognition of the organization effort to promote peace and democracy in Europe. അതായത് യൂറോപ്യൻ യൂണിയന് നോബൽ പ്രൈസ് 2012 കിട്ടി. എന്തിന്? പീസിനും അതുപോലെ തന്നെ പീസ് പ്രൊമോട്ട് ചെയ്യലും അതുപോലെ തന്നെ യൂറോപ്പിലെ ഡെമോക്രസിക്കും വേണ്ടിയിട്ട് 2012 ഒരു നോബൽ പ്രൈസ് കിട്ടിയെന്നാണ് പറയുന്നത്. ഈ യൂറോപ്യൻ യൂണിയനിൽ ഡിസൈൻ ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു സിംഗിൾ യൂറോപ്യൻ കറൻസി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് യൂറോ എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ കറൻസി വരുവാനായിട്ട് ഒരു കാരണമായി എന്നാണ് പറയുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ബോർഡേഴ്സൊന്നും ഇല്ലാണ്ട് സിറ്റീസണിലെ ഗ്രേറ്റ് ഫ്രീഡമാണ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്.
അതിൽ വരുന്നതാണ് മാസ്ട്രിച്ച് ട്രീറ്റി which was signed on February 7, 1992 created the യൂറോപ്യൻ യൂണിയൻ ക്രിയേറ്റ് ചെയ്ത ഒരു ട്രീറ്റിയാണ്. അതിൽ സൈൻ ചെയ്തത് ഫെബ്രുവരി 7, 1992 ഈ ഒരു ട്രീറ്റി കൊണ്ടുവരുന്ന സമയത്ത് കുറേ കൺട്രീസിൽ നിന്ന് റെസിസ്റ്റൻസ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഡെൻമാർക്കിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഫ്രാൻസിലെ വോട്ടേഴ്സിൽ നിന്നാണെങ്കിലും കുറേ റെസിസ്റ്റൻസ് ഈ ട്രീറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദ ട്രീറ്റി കൺസിസ്റ്റിംഗ് ഓഫ് 3 മെയിൻ പില്ലേഴ്സാണ് ഉണ്ടായിരുന്നത്. യൂറോപ്യൻ കമ്മ്യൂണിറ്റീസ്, കോമൺ ഫോറിൻ ആൻഡ് സെക്യൂരിറ്റി പോളിസി ആൻഡ് എൻഹാൻസ്ഡ് കോഓപ്പറേഷൻ ഇൻ ഹോം അഫയേഴ്സ് ആൻഡ് ജസ്റ്റിസ്. ഈ ട്രീറ്റിയാണ് ദ ട്രീറ്റി ചേഞ്ച്ഡ് ദ നെയിം ഓഫ് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ടു യൂറോപ്യൻ കമ്മ്യൂണിറ്റി വിച്ച് ബിക്കെയിം ദ പ്രൈമറി കമ്പോണൻറ്റ് ഓഫ് ന്യൂ എക്കണോമിക് യൂണിയൻ. അതായത് ഈ ട്രീറ്റി വഴിയാണ് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്നുള്ള ആ പേരിൽ നിന്ന് അത് യൂറോപ്യൻ യൂണിയൻ എന്ന പേരിലേക്ക് മാറ്റിയത്. ഈ ഒരു അഗ്രിമെൻറ്റ് വഴി യൂറോപ്യൻ അഗ്രിമെൻറ്റ് അവരുടെ ഡെവലപ്മെൻറ്റിന് ഒരു കൂടുതൽ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ സെക്ടറിലാണെങ്കിലും പബ്ലിക് ഹെൽത്ത് അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷനിലൊക്കെ ഒരു ഫോമൽ കൺട്രോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഒരു വലിയൊരു റോള് തന്നെ കൂട്ടിയിട്ടുണ്ട്. സോഷ്യൽ അതുപോലെ തന്നെ എക്കണോമിക് കൊഹെഷൻ ടെക്നോളജിക്കൽ റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ റോള് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ട്രീറ്റി വഴി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ട്രീറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. എക്കണോമിക് യൂണിയൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത്. അതിലെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോമൺ മാർക്കറ്റ്. നമ്മൾ കോമൺ മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചു. ലേബറിൻ്റെ ഒക്കെ ടാരിഫൊക്കെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു കോമൺ മാർക്കറ്റ് വഴി. അതിനെ കോമൺ മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് പീസ് ആൻഡ് വെൽ ബീയിങ് ഓഫ് ദ യൂണിയൻ സിറ്റിസൺ, അതായത് യൂണിയൻ സിറ്റിസൻ്റെ പീസിനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ ഇറ്റ് എയിംസ് ഫോർ ആൻ ഏരിയ ഓഫ് ഫ്രീഡം, സെക്യൂരിറ്റി ആൻഡ് ജസ്റ്റിസ് വിത്തൗട്ട് ഇൻറ്റേർണൽ ഫ്രണ്ടിയേഴ്സ്. അതായത് ഈ ഇൻറ്റേർണൽ ബോർഡേഴ്സ് തമ്മിലുള്ള ഈ സിറ്റിസണിൽ കൂടുതൽ ഫ്രീഡം അതുപോലെ തന്നെ സെക്യൂരിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ഓൺ ബാലൻസ്ഡ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. അതായത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തമ്മിൽ ഒരു എക്കണോമിക് ഗ്രോത്തും അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസും തമ്മിൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മാർക്കറ്റ് എക്കണോമി, അതായത് കൂടുതൽ എംപ്ലോയ്മെൻറ്റ്, എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ സോഷ്യൽ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ഒരു സോഷ്യൽ മാർക്കറ്റ് എക്കണോമി പ്രൊവൈഡ് ചെയ്യുക എന്നതൊക്കെയായിരുന്നു യൂറോപ്യൻ യൂണിയൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ട്രീറ്റീസിനും ഒരു 3 എയിംസ് ഉണ്ടായിരുന്നു. അതാണ് എക്കണോമിക് ആൻഡ് മോണിറ്ററി, എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ, എ കോമൺ ഫോറിൻ ആൻഡ് സെക്യൂരിറ്റി പോളിസി ആൻഡ് ഏരിയ ഓഫ് ജസ്റ്റിസ് ആൻഡ് ഹോം അഫയേഴ്സ്. ഇത് 3ആയിരുന്നു ഈ ട്രീറ്റിയുടെ എയിം എന്ന് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് EU. അതായത് യൂറോപ്യൻ യൂണിയന് മെയിനായിട്ട് 5 ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണുള്ളത്. ഫസ്റ്റ് വരുന്നത് യൂറോപ്യൻ കമ്മീഷൻ, സെക്കൻഡ് വരുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, തേർഡ് വരുന്നത് യൂറോപ്യൻ പാർലമെൻറ്റ്, ഫോർത്ത് വരുന്നത് കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഫിഫ്ത്ത് വരുന്നത് കോർട്ട് ഓഫ് ഓഡിറ്റേഴ്സ്. അതിൽ ഫസ്റ്റ് വരുന്നത് യൂറോപ്യൻ കമ്മീഷനാണ്. യൂറോപ്യൻ കമ്മീഷനാണ് നമ്മൾ യൂറോപ്യൻ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് ബോഡി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് യൂറോപ്യൻ കമ്മീഷനാണ്. അതിൻ്റെ ഫങ്ഷൻസും പവറും നോക്കാം. ഇറ്റ് ഇനീഷ്യേറ്റ് ഓൾ ലെജിസ്ലേഷൻസ് ആൻഡ് എൻഫോഴ്സസ് ഡിസിഷൻസ്. അതായത് നിയമങ്ങളിനെ ഇനീഷ്യേറ്റ് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും യൂറോപ്യൻ കമ്മീഷനാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഴ്സ് EU ബഡ്ജറ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ട്രേഡ് പരമായ ചർച്ചയിലൊക്കെ യൂറോപ്യൻ യൂണിയനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫ് ട്രീറ്റീസ്, അതിന് വേണ്ടിയിട്ട് യൂറോപ്യൻ കമ്മീഷനാണ് ഫങ്ഷന്. അതുപോലെ തന്നെ ആക്ട് സോളിലി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് EU ആസ് എ ഹോൾ. അതായത് EUവിൻ്റെ ഇൻട്രസ്റ്റ്, യൂറോപ്യൻ യൂണിയൻ്റെ ഇൻട്രസ്റ്റ് മൊത്തത്തിൽ കൺസിഡർ ചെയ്തിട്ട് ഒറ്റയ്ക്ക് ആക്ട് ചെയ്യാം. അതുപോലെ യൂറോപ്യൻ യൂണിയൻ്റെ ലോയും പോളിസിയും മോണിറ്റർ ചെയ്യും,
കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കമ്മീഷനാണ്. ക്യാൻ ബ്രിങ് മെമ്പർ സ്റ്റേറ്റ് ബിഫോർ ദ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഫോർ ഫെയിലിയർ ഓഫ് എൻഫോഴ്സ് ഓഫ് EU ലോ. എന്തെങ്കിലും ലോ ഫെയിലായിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ലോ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ കൺട്രീസിനെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിനെ കോർട്ടിന് മുന്നിൽ കൊണ്ടുവരിക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് യൂറോപ്യൻ കമ്മീഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ആണ് അടുത്ത ബോഡി എന്ന് പറയുന്നത്. ദിസ് കൺസിസ്റ്റിംഗ് ഓഫ് 1 മിനിസ്റ്റർ ഫ്രം ഈച്ച് മെമ്പർ സ്റ്റേറ്റ്. എല്ലാ മെമ്പർ സ്റ്റേറ്റിൽ നിന്നും ഒരു മിനിസ്റ്ററിനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് മേജർ പോളിസി ഡിസിഷൻസ് ഓഫ് EU. അതായത് EUവിൻ്റെ മെയിൻ ആയിട്ടുള്ള പോളിസി എടുക്കുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി എപ്പോഴും ഉണ്ടായിരുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനായിരുന്നു. പിന്നെ ദ പവർ ടു അഡോപ്റ്റ് ലെജിസ്ലേഷൻസ് പ്രൊപ്പോസ്ഡ് ബൈ കമ്മീഷൻ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ലെജിസ്ലേഷൻസ് അഡോപ്റ്റ് ചെയ്യാനുള്ള, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള പവർ ഇവർക്കായിരുന്നു. അതുപോലെ മീറ്റിംഗ് അറ്റൻഡഡ് ബൈ ഡിഫറെൻറ്റ് മിനിസ്റ്റേഴ്സ് അക്കോർഡിംഗ് ടു അജണ്ട പ്രകാരം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് തമ്മിലുള്ള ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ അതിൽ റെപ്രസെൻറ്റ് ചെയ്യാനൊക്കെ ഇവരായിരുന്നു. ഡെവലപ്പ് എ പൊളിറ്റിക്കൽ കോർപ്പറേഷൻസ്, അതായത് പാർട്ടിപരമായ കോർപ്പറേഷൻസ് ഡെവലപ്പ് ചെയ്യാനും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്. നെക്സ്റ്റ് പിന്നെ വരുന്നത് യൂറോപ്യൻ പാർലമെൻ്റ് ആണ്. ദിസ് ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് 736 സീറ്റ്. ഈ ബോഡിയിൽ 736 സീറ്റാണുള്ളത്. മെമ്പേഴ്സ് ആർ ഡയറക്റ്റ്ലി എലക്റ്റഡ്. ഇതിലേക്കുള്ള മെമ്പേഴ്സിനെ ഡയറക്റ്റായിട്ടാണ് എലക്ട് ചെയ്തത്. അത് 5 ഇയർ ടേംസിൻ്റെ പ്രൊപ്പോർഷനേറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ക്യാൻ അമെൻഡ് ആൻഡ് റിജക്റ്റ് ലെജിസ്ലേഷൻസ്, അതായത് നിയമനിർമ്മാണ ഭേദഗതി ചെയ്ത് നിരസിക്കുക, അതിനെ നിരസിക്കാനൊക്കെ ഇവർക്കാണ് പവർ ഉണ്ടായിരുന്നത്. ക്യാൻ റിക്വസ്റ്റ് ലെജിസ്ലേഷൻസ്, അതായത് നിയമത്തിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറ്റോ കമ്മീഷന് ചെയ്യാനും, അതുപോലെ തന്നെ അപ്പോയിൻറ്റ് കോർട്ട് ഓഫ് ഓഡിറ്റേഴ്സ്, പ്രസിഡന്റ് ആൻഡ് എക്സിക്യൂട്ടീവ് ബോർഡ് ഓഫ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്, അതായത് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിലെ ബോർഡിനെ, പ്രസിഡൻറ്റിനെ, എക്സിക്യൂട്ടീവ് ബോർഡിനെ, അതുപോലെ തന്നെ കോർട്ട് ഓഫ് ഓഡിറ്റേഴ്സ്, അവരിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത് യൂറോപ്യൻ പാർലമെൻറ്റിനായിരുന്നു. സിറ്റ്സ് ഇൻ പൊളിറ്റിക്കൽ ഗ്രൂപ്പിൽ ഇരിക്കാനും ഈ യൂറോപ്യൻ പാർലമെൻറ്റിനായിരുന്നു ഫങ്ഷൻ. പിന്നെ നാലാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് കോർട്ട് ഓഫ് ജസ്റ്റിസ്. കോർട്ട് ഓഫ് ജസ്റ്റിസിനെയാണ് ജുഡീഷ്യൽ ബോഡി എന്നറിയപ്പെടുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ ജുഡീഷ്യൽ ബോഡി എന്ന് അറിയപ്പെടുന്നത് കോർട്ട് ഓഫ് ജസ്റ്റിസിനെയായിരുന്നു. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എൻഷുവേഴ്സ് ദാറ്റ് യൂറോപ്യൻ ട്രീറ്റീസ് ആർ ഇൻ്റർപ്രറ്റഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് EU ലോ. അതായത് യൂറോപ്യൻ യൂണിയൻ്റെ ലോയ്ക്ക് അനുസരിച്ചിട്ടാണോ എല്ലാ ട്രീറ്റീസും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ ആ ലോയ്ക്ക് അനുസരിച്ചിട്ടാണോ എന്ന് എൻഷുർ ചെയ്യുക. അതുപോലെ ജഡ്ജ്മെൻറ്റ്സ് ഓവർ റൂൾ ദോസ് ഓഫ് നാഷണൽ കോർട്ട്സ്, അതായത് നാഷണൽ കോർട്ടിൽ ഉന്നയിച്ചിട്ടുള്ള ജഡ്ജ്മെൻറ്റിനെ അസാധുവാക്കുക. അതുപോലെ തന്നെ പവർ ടു ഫൈൻ എ മെമ്പർ സ്റ്റേറ്റ്സിന് ഫൈന് കൊടുക്കാനുള്ള പവർ, റൈറ്റ്സൊക്കെ കോർട്ട് ഓഫ് ജസ്റ്റിസിനായിരുന്നു. ലാസ്റ്റ് ബോഡിയാണ് ദ കോർട്ട് ഓഫ് ഓഡിറ്റേഴ്സ്. ദിസ് ബോഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ മോണിറ്ററിംഗ് ആൻഡ് സ്ക്രൂട്ടനൈസിങ് ദ EU's ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, അതായത് യൂറോപ്യൻ യൂണിയൻ്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ മോണിറ്റർ ചെയ്യുന്നതും സ്ക്രൂട്ടനൈസിങ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തം എപ്പോഴും കോർട്ട് ഓഫ് ഓഡിറ്റേഴ്സിനാണ് ഉണ്ടായിരുന്നത്. EU മെമ്പർ സ്റ്റേറ്റ് അപ്പോയിൻറ്റ്സ് 1 person ടു ദിസ് ബോഡി, അതായത് ഒരു പേഴ്സണെയാണ് ഈ ബോഡിയിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുക. അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ദ കോർട്ട് ഓഫ് ഓഡിറ്റേഴ്സ് ഹാസ് നോ ജുഡീഷ്യൽ ഫങ്ഷൻ, ദ ഓൺലി ഫങ്ഷൻ ഈസ് ടു എക്സ്റ്റേണലി ചെക്ക് EU ബഡ്ജറ്റ്. അതായത് ഒരു ജുഡീഷ്യൽ ഫങ്ഷനും കോർട്ട് ഓഫ് ഓഡിറ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ EUവിൻ്റെ ബഡ്ജറ്റിനെ എക്സ്റ്റേണലി ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു കോർട്ട് ഓഫ് ഓഡിറ്റേഴ്സിൻ്റെ ഫങ്ഷനായിട്ട് വരുന്നത്. ഇത്രയും ടോപ്പിക്കാണ് എനിക്ക് എടുക്കാനുള്ളത്. താങ്ക് യു.